നാളെ രാത്രിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച ഉച്ചവരെ വോട്ടിംഗ് എത്തി നിൽക്കുമ്പോൾ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ നമുക്ക് ലഭ്യമായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:15 വരെയുള്ള നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 11 പേര് ഈ ആഴ്ച നോമിനേഷന് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മണിക്കൂറിലും കാഴ്ചവെക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയുള്ള മത്സരങ്ങൾ കാണണമെങ്കിൽ അത് ഷാനവാസ്, അനുമോള്, അതോടൊപ്പം തന്നെ ആര്യൻ, ജിസേല്, ബിന്നി, ശരത്തപ്പാനി തുടങ്ങിയ ഓരോരുത്തർക്ക് ഓരോ കോമ്പറ്റീഷൻ നൽകുന്നുണ്ട് വോട്ടിങ്ങിൽ. അവസാന നിമിഷത്തിൽ 3 പേർ തമ്മിലടിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങുന്നതെന്നും ആരൊക്കെയാണ് മുന്നിലെന്നും പരിശോധിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്ന അത് ഷാനവാസിനെ തന്നെയാണ്. ഈ ഒരു മണിക്കൂറുകളായിട്ട് അനുമോളെ അട്ടിമറിച്ചുകൊണ്ട് ഷാനവാസ് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ 2-ാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ അനുമോള് തുടരുന്നത്. അനുമോൾക്ക് രാത്രിയോടുകൂടി നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചകളൊക്കെ നേരിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം പൊസിഷനിലോട്ട് ജിസേൽ വീണ്ടും തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയം. ജിസേലിന്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു വരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരെന്ന് നോക്കുകയാണെങ്കിൽ അത് ആതിര, നൂറ തുടങ്ങിയവർ തന്നെയാണ്. 4-ാം സ്ഥാനത്ത് അവർ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് നല്ലൊരു മുന്നേറ്റം അവരുടെ വോട്ടിംഗ് കാഴ്ചവെച്ചിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആര്യനെയാണ് കേട്ടോ. ആര്യനും നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ച് മുന്നേറാനുള്ള ശ്രമങ്ങളൊക്കെ ഓരോ മണിക്കൂറിലും കാഴ്ചവെക്കുമ്പോൾ 6-ാം സ്ഥാനത്തേക്ക് വോട്ടിംഗ് പിന്നോട്ട് പോയിരിക്കുന്ന ബിന്നിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ബിന്നിക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ച നേരിട്ടപ്പോൾ 7-ാം സ്ഥാനത്തേക്ക് ഇതാ നെവിൻ പോയിരിക്കുകയാണ്. നെവിൻ്റെ വോട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞ് കൂടി വരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8-ാം പൊസിഷനിൽ നമുക്ക് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന അക്ബറിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അക്ബറിന് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ വോട്ടിംഗ് തകർച്ച നേരിട്ടപ്പോൾ 9-ാം പൊസിഷനിലോട്ട് ശരത്തപ്പാൻ ഈ ഒരു മണിക്കൂറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാനിക്ക് നീ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു പക്ഷേ മാറും. 10-ാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അത് ആർ.ജെ. ബിൻസിയാണ്. ആർ.ജെ. ബിൻസി ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ വോട്ടിംഗ് തകർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളൊക്കെ നല്ല രീതിയിൽ വോട്ട് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ വോട്ടിംഗ് പരാജയം ഏറ്റുവാങ്ങിയത്. ഏറ്റവും ഡേഞ്ചർ പൊസിഷനായിട്ടുള്ള 11-ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യനെയാണ്. കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ രീതിയിൽ രക്ഷപ്പെട്ട ശൈത്യ ഈ ആഴ്ച അങ്ങനെ തന്നെ രക്ഷപ്പെടുമെന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് ശൈത്യയാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാലും ഇനിയാണ് വോട്ടിംഗ് മുറുകുന്നത്. കാരണം നാളെ രാത്രിയാണ് വോട്ടിംഗ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആൾക്കാരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരും. അങ്ങനെയാണ് ഈ 2 പേരോ അല്ലെങ്കിൽ 3 പേർക്കോ ഡേഞ്ചർ പൊസിഷനിലായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനിയും അവസരം ബാക്കിയുണ്ട്. മികച്ച കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകിയ ഇനിയും മുൻപോട്ട് വരാം. എന്തൊക്കെയാണ് ഈ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.